എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 124 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ സോക്കുന്നു കാവോയിങ്ങിനോട് സോറി പറയുന്നു. അവളെ കൊല്ലാൻ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത് ഇരുന്നതിന് അവന് കഴിഞ്ഞില്ല. അവളതിന് നീ വന്നാല് നീ മരിക്കുള്ളായിരുന്നു എങ്കിലും അവളുടെ മുഖം അങ്ങനെയല്ല. അപ്പോഴേക്ക് ശിവൻ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ജയിച്ചവര് വരാനായിട്ട് പറയുന്നു. അവർക്ക് ബിൽസ് ഉണ്ടാക്കാനായിട്ട് അവരുടെ പ്രൈസ് അവരെ റെഡിയായി അങ്ങോട്ട് ജയിച്ചവർ വരികയാണ്. സോങ്കുങ് ഉൾപ്പെടെ എല്ലാവരും വരുമ്പോൾ 5 ഗ്രേറ്റ് ഫാമിലി ഉള്ളവരാരെങ്കിലും ആകും ചാമ്പ്യൻ ആവുക. സോങ്കുങ് ഡാനി വന്ന് ഡാൻസൻ വരുമ്പോൾ അവിടെ ഉള്ളവര് ഡാൻസനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൾ സ്പിരിച്വൽ അവിടെ എത്തി, ആ ലെവലിൽ എത്തി. മറ്റുള്ള സോൾ പവർ എടുക്കാനുള്ള ആട്രിബ്യൂട്ട്സ് അവൾക്കുണ്ട്, അത് ചെയ്യാൻ കഴിയും. കാവേരി എന്ന് പറയുമ്പോൾ മുൻ ചാമ്പ്യനാണ്. അവൾ അത്ര പെട്ടെന്ന് ഗീവ് അപ്പ് ആകില്ല. വേറൊരുത്തൻ ഷിയോയൻ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവൻ ചെയ്ത ടെസ്റ്റ് എല്ലാം റെക്കോർഡ് ഇട്ടതാണ്. ഈ പ്രാവശ്യം ഒരുപാട് സർപ്രൈസുകൾ കാണും. ഷിയോൻ വരുമ്പോൾ മുൻപിലായിട്ട് നിൽക്കുന്ന സോൾ ഹാളിലെ മൂഗു അതുകൊണ്ട് ദേശം നിലക്കിയാണ്. ശിവാനപ്പോൾ അവരെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് പിൽസ് ഉണ്ടാക്കുന്നതിന് റൂൾസ് ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പിൽസ് അത് ഏതാണോ അതനുസരിച്ചായിരിക്കും റാങ്കിങ് ചെയ്യുന്നത്. അവൾ ലെവൽ മാത്രമല്ല ക്വാളിറ്റി ഉണ്ടാകണം എന്നർത്ഥം. അവരോട് തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും തുടങ്ങി ഫർണൈസ് എടുത്ത് വയ്ക്കുന്നു. ഷിയോൻ മനസ്സിലെ ബ്ലഡ് ബോൺസ് മൾട്ടി പിൽസ് അത് പീക്ക് ലെവൽ 7 ആണ്. അത് അപ്ഗ്രേഡ് ചെയ്ത ലെവൽ 8 എങ്കിലും ആക്കാൻ കഴിയും. എനിക്കത് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു മുൻപെന്ന് ചെയ്ത പോലെ പിൽസിൽ ലൈൻ പോലെ ഇട്ട് ആക്കുന്നതാണോ എന്തോ. എന്ത് തന്നെയാലും അവനിത് ഉണ്ടാക്കുന്നത് അവരുടെ മാസ്റ്ററിന് വേണ്ടിയാണ്. അപ്പോഴാണ് കാവയിങ്ങിന്റെ ഫ്ലെയിം മൊമെന്റം അത് കണ്ടത്. എല്ലാവരും അതുകൊണ്ട് അതിശയിക്കുന്നു. ഹെവൻലി ഫ്ലെയിം ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ കണ്ടിട്ട് ബ്ലഡ് ഡീമൺ ഫ്ലെയിം അത് റയറായ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലെയിമാണ്. 1000 മോൺസ്റ്റേഴ്സിന്റെ ബ്ലഡ് വെച്ചായാൽ പോലും കഴിയാത്തൊന്ന്. കാവ ഫാമിലി റിച്ച് ആണ്. ആ ഫ്ലെയിമിന്റെ പവർ നോർമൽ ഫ്ലെയിം എല്ലാം താഴ്ത്തി കളഞ്ഞതുപോലെ മൂവ് കൊണ്ടിട്ട് ഈ ഫ്ലെയിം എങ്ങനെ അവൾ കൺട്രോൾ ചെയ്യുന്നു എന്നൊരു പുച്ഛത്തോടെ പറഞ്ഞിട്ട് സീ ഹാർട്ട് ഫ്ലെയിം ആയ ഹെവൻലി ഫ്ലെയിം അതെടുത്തു. അതുപയോഗിച്ച് അവരെല്ലാവരും ഫിയറാക്കി. അത് 15ാമത്തെ റാങ്കിലുള്ള ഫ്ലെയിമാണ്. ശിവാനിയപ്പോൾ അവനൊരു നോർമൽ പേഴ്സൺ അല്ല. അവന്റെ കയ്യിൽ ഹെവൻലി ഫ്ലെയിം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വറിഡായി പറ്റൂ. ഷിയോയിൻ എന്നാൽ അവന്റെ ഗ്രീൻ ഫ്ലെയിം അത് പുറത്തെടുത്ത് അത് ഫാളൻ ഹാർട്ട് ഫ്ലെയിം കൂടി ചേർന്നതാണല്ലോ. ആ സ്നേക്ക് രൂപത്തിൽ വന്ന് മറ്റേതിനെ ഫെയറാക്കാൻ ശ്രമിച്ചു. അവന്റെ കയ്യിൽ ഹെവൻലി ഫ്ലെയിം കൊണ്ട് എല്ലാവരും ഷോക്ക്. എന്നാൽ അത് ഏത് ഫ്ലെയിം ആണെന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം ഗ്രീൻ ഫ്ലെയിമായിട്ട് ഒന്നുമല്ല ഇല്ലല്ലോ. ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അതൊരു ബ്ലൂ കളർ ഫ്ലെയിമും അതുപോലെ ഫാളൻ ഹാർട്ട് ഫ്ലെയിം കൂടി ചേർന്നാണല്ലോ. ശുവാനപ്പുഴ അത് ശിവൻ കമ്പയർ ചെയ്ത 2 ഹെവൻലി ഫ്ലെയിമാണ്. അത് വെച്ച് മറ്റേ ഫ്ലെയിമിൻ രൂപത്തിന് ഇല്ലാതാക്കി. അവൻ പുതിയതായിട്ട് ഒന്ന് നിർമ്മിച്ചു. യാവച്ചനെ പോലെ അവൻ പുതിയൊരു ഗ്ലോറി ഉണ്ടായി. ഇത് കണ്ട് മൂഗോ ഇതുണ്ടെന്ന് കരുതി പിൽസ് ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല എന്ന് പറയുകയാണ്. അത് കിട്ടും മൂഗുവിന്റെ പറച്ചിലടിച്ച് ശിവൻ പിന്നെ പിൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഫ്ലെയിം വെച്ച് മെറ്റീരിയൽസ് ഇട്ട് അത് ബേണായിട്ട് ലിക്വിഡായി മാറിയ സ്മെൽറ്റ് ആക്കിയിട്ട് ജോയിൻ ആക്കി. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് മെഡിസിൻ മെറ്റീരിയൽസ് സ്മെൽറ്റ് ചെയ്തതുകൊണ്ട് ശിവ വളരെ ഫാസ്റ്റാണ്. അതിനുശേഷം അടുത്ത 3 മറ്റേ 1000 ഇയർ ജിൻസൺ പോലെ 3 ഉണ്ടല്ലോ റെയർ ആയിട്ട് ഒപ്പിക്കാൻ പാടോട്ടാ. അതുകൂടി ഇട്ട് അത് സ്മെൽറ്റ് ആക്കി അതുമായിട്ട് യോജിപ്പിച്ചു. അതുപോലെ ബോൺസിലും ഫ്ലെയിം കൂടി ഉപയോഗിച്ചാണ്. അത് അത്രയ്ക്ക് റെയറാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വേണമെന്ന് ഒന്നുമല്ല. അതിനുശേഷം ദിവസങ്ങൾ കടന്നുപോയി ചിലരുടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പകുതി മാസം കടന്നുപോയി. പിൽസ് വേൾഡിൽ വെറുതെ നിന്ന് ശിവം ഇപ്പൊ ഇവിടെ വന്ന് ബോറടിച്ചിരിക്കുന്നു. ഇതിപ്പോ എന്നാ കഴിയുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചെയ്യാനാണെങ്കിൽ ഒരു സൗണ്ട് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ നോർമലി എത്ര സ്ട്രോങ് ആയ ആള് എന്ന ആ സ്മെല്ല് അതൊന്ന് അവരുണ്ടാക്കി കഴിയാറായി. എനിക്കൊന്ന് കുറെ തിന്നണം, നീ കാരണമാണ് നല്ലതൊന്നും തരാതെ എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യം. അപ്പോഴാണ് ഒരുത്തൻ തണ്ടർ സ്റ്റോം വരുത്തിയത്. അത് ലെവൽ 7 ആയതുകൊണ്ടാണ്. ഇത് നോർമലാണ്. ഇവിടെ ആ വരുന്ന തണ്ടർ അത് തടയാനായിട്ട് ലൈറ്റനിങ് റോഡ് അതും അവിടെ ഉണ്ട്. അതിലെ അടിച്ചേ വയ്ക്കുള്ളൂ. അങ്ങനെ 3 പേരും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സോക്കിങ് ലെവൽ 7 ഉണ്ടാക്കി. പെട്ടെന്നാണ് ഡാൻസിന്റെ അവിടെ നിന്ന് തോന്നി അവള് സക്സസ് ആയി. നോക്കുമ്പോൾ സ്കൈയില് വേറെ കളർ കൂടി, അതായത് ലെവൽ 8 പിൽസ് 2 കളർ തണ്ടർ ക്ലൗഡ്. ഇതെങ്ങനെയെന്ന് അതിശയത്തെ സോങ്ങിക്കുന്നു. ഡാൻസൻ വളരെ ടാലന്റ് ഉള്ളതാണ്. അതുമല്ല ലെവൽ 7 നിന്ന് 8ലേക്ക് ഒരു സ്റ്റെപ്പ് ഉള്ളൂവെങ്കിലും അത്ര പെട്ടെന്ന് കഴിയില്ല. അവളതെടുത്ത് കാവേങ്ങ ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഞാൻ പെട്ടെന്ന് തന്നെ ഗീവപ്പ് ചെയ്യില്ല എന്ന് മനസ്സിൽ പിൽസ് പകോഡിയിൽ ഇത്ര വർഷം കൊണ്ട് ട്രെയിൻ ചെയ്ത റിസൾട്ട് എനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞ് അവളും പുറത്തെടുത്തു. അത് ലെവൽ 8 3 കളേർഡ് തണ്ടർ ക്ലൗഡ് ആണ്. ഈ 3 കളേർഡ് തണ്ടർ ക്ലൗഡ്, ആ തണ്ടർ ക്ലൗഡ് എന്ന് പറയുന്നത് ഓരോ തണ്ടർ ക്ലൗഡ് കൂടുന്തോറും ആ പിൽസിന്റെ ക്വാളിറ്റി അത് കൂടുന്നതാണ്. സോങ്കുങ് ഞാൻ ഇപ്പോഴും താഴെയാണ് എന്ന്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി. കാവോ ഫാമിലിയിലെ ഡീമൺ ഗേള് അവളുടെ റെപ്യൂട്ടേഷൻ ഇപ്പോഴും നിലനിർത്തി. ശിവനിലാണ് അവർക്ക് പ്രതീക്ഷ. അവ മനസ്സിൽ ഞാൻ ഏകദേശം തീരാറായി എന്ന് പറഞ്ഞ് ചെയ്ത് അവന്റെ പിൽസ് പുറത്തെടുത്തു. ആ പിൽസിന്റെ മൊമെന്റ് അറ്റ്മോസ്ഫിയർ വളരെ ടെറിഫിക് ആയിരുന്നു. അവന്റെ ലെവൽ 8 ആണ്. എത്ര കളറാണെന്നാണ് ശിവാൻ വെയിറ്റ് ചെയ്യുന്നത്. അവന്റെ വന്ന് 3 കളേർഡ് തണ്ടർ പിൽസ് ആണ്. അവന്റെ ട്രൂ സ്ട്രെങ്ത് ഇതാണ് എന്ന് കാവോയിങ്. ശ്യാംകോങ്സി നീ തോറ്റു. അത് കേട്ട് ചിരിച്ചിട്ട് യാവച്ചൻ നീ അത് ജീനിയസന, നീ തോറ്റെന്ന് പറയുന്നത് കാവോയിങ്ങിന്റെ വന്നപ്പോ അവനിലൂടെ അത്ര അവന് വരുമോ എന്നാണ് സംശയിച്ച് ചോദിച്ചിരുന്നത്. എല്ലാവർക്കും ഹാപ്പി. ഷിയൻ മൂവിൻ്റെയാണ് വെയിറ്റ് ചെയ്യുന്നത്.
തുടങ്ങി. മൂവ് എന്തൊക്കെയായാലും ഷുവാനോട് ചാമ്പ്യൻ ഞാൻ തന്നെയാകും എന്ന് പറഞ്ഞ് പിൽസ് പുറത്തെടുത്തു. അതാകട്ടെ ഷിവാനിന്റെ മൊമെന്റത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. അതിനുള്ളിലുള്ള എല്ലാവരും തെറിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് മാറി കാവോ ഇന്ന് ഡാൻസനെ കൊണ്ടാണ് മാറിയത്. മൂവിന്റെ പിൽസ് ലെവൽ 8 ആണ്. 3 കളേർഡ് ഷിവാനെ ഒപ്പം നിൽക്കുകയാണ്. ഷിവാനിന്റെ അതുപോലെ കാവോ ഇങ്ങിന്റെ 3 കളേർഡ് തണ്ടർ ക്ലൗഡ് ആണെങ്കിലും ഷിവാന്റെ കുറച്ചുകൂടെ കൂടുതലായ ലൈറ്റനിങ് ആണ് വന്നത്. ആ തണ്ടർ സ്ട്രെങ്ത് എന്ന് പറയാം. എന്നാൽ പെട്ടെന്നാണ് ഒരു കളർ കൂടി വരുന്നത്. അത് 4 കളേർഡ് തണ്ടർ ക്ലൗഡ് ആണ്. ഇങ്ങനെയൊക്കെ ചാമ്പ്യൻ സോളുകൾ കൊണ്ടുപോകാനായി. ശിവാന് 3 ഉള്ളൂ, അങ്ങനെ വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ശിവാൻ തടഞ്ഞു. എന്തിന് സോളുകൾ ജയിച്ച ഇത്രയും നാളുള്ള പിൽസ് പഗോഡയുടെ റെപ്യൂട്ടേഷൻ ഒറ്റയടിക്ക് ഇല്ലാതാകും എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കൊന്ന സോളുകൾ പിൽസ് പഗോഡയായിട്ട് ഫൈറ്റിന് നേരിട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണോ? ശിവാനിയപ്പോൾ ശിവാന്റെ തണ്ടർ പിൽസ് പൂർണ്ണമായിട്ട് ഫോം ആയിട്ടില്ല, എന്തെങ്കിലും മിറാക്കിൾ കാണിക്കും. അവൻ ശിവാന്റെ തണ്ടർ പിൽസ് ഫോം ആയാൽ അതിനേക്കാൾ ഹൈ ആയ പിൽസ് ഉണ്ടാക്കാനുള്ള ടൈം കാണില്ല എന്നാണ് ഈ ചോങ് ഷില്ലാനോട് പറയുന്നത്. ഈശാനാണെങ്കിൽ അവനെ വിശ്വസിക്കുന്നു. സിയാനപ്പോൾ ഞാനും എന്ന് പറഞ്ഞ് ശിവനെ സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവരും അതുപോലെ ചെയ്യാനായിട്ട് തുടങ്ങി. ശിവൻ അത് കേൾക്കുന്നുണ്ട്. ആ പിൽസ് ഫോമായിട്ട് മാറുകയാണ്. ഇപ്പോഴാണ് പാസ്റ്റിലെ മാസ്റ്ററിനോട് ശിവൻ ആൾറെഡി ഫോമായ പിൽസ് പിന്നെ ഇമ്പ്രൂവ് ആക്കാൻ വല്ല വഴിയുണ്ടോ അത് ചോദിക്കുമ്പോൾ കാര്യം ചോദിക്കുന്നു. വെറുതെ ഒന്ന് അറിയാം കറക്റ്റായ ആളുടെ അടുത്താണ് വന്നേ എന്ന് പറഞ്ഞിട്ട് സ്പിരിച്വൽ എൻഹാൻസ്മെന്റ് ടെക്നിക്ക് എന്ന ടെക്നിക്കിലൂടെ ഞാൻ ഉണ്ടാക്കിയ ഒരു പുതിയ സ്കില്ലിലൂടെ പറ്റും. അത് പഠിപ്പിക്കാനായിട്ട് പറയുമ്പോൾ ഇപ്പോൾ പറ്റില്ല, പിന്നെ ആവട്ടെ. പറ്റൂല, ഇപ്പോൾ തന്നെ വേണം. അതിന് മെയിനായിട്ട് ലെവൽ 8 ആയാലേ പറ്റുമെന്നാണ് കാണിച്ചു തരാനായിട്ട് പറഞ്ഞു വിട്ടു. മൂവ് അവൻ്റെ ടീച്ചറിന് എന്തോ പറയുമ്പോഴാണ് പെട്ടെന്നൊരു എഫക്റ്റ് മൂവിൻ്റെ മൊമെൻറ്റം പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അപ്പോൾ നോക്കുമ്പോൾ ശിവൻ എടുത്ത ബോൺസിലെ ഫ്ലെയിം അത് ഉപയോഗിച്ച് അവിടെ മുഴുവൻ നോർമലാക്കി. അത് ഐസിൻ്റെ ആട്രിബ്യൂട്ട്സ് പോലെയാണല്ലോ, തണുപ്പാണല്ലോ, അവിടെ മുഴുവൻ ഫ്രീസ് ആക്കി. അതുകൊണ്ട് ശിവാനി യാവച്ചൻ്റെയാണ് എന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുത്തു. മൂവ് എന്നാണെങ്കിൽ എൻ്റെ ടീച്ചറിനെ പറയാൻ ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ടീച്ചറിൻ്റെ രൂപത്തിലിട്ട് പയ്യെ മാറുന്നത് പോലെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാവുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.